വീട്ടുകാരൻ ദാഹിച്ച് വലഞ്ഞാണ് വീട്ടിലേക്ക് മടങ്ങി വരുന്നതെന്ന് മേശപ്പുറത്തിരുന്ന പൂജയ്ക്ക് മനസ്സിലായി. തന്നിൽ ആകെ അവശേഷിക്കുന്നത് അല്പം വെള്ളം മാത്രമാണ്. ഇപ്പോൾ അദ്ദേഹം അത് കുടിച്ചു തീർക്കും. അതോടെ താൻ വരണ്ട് ഉണങ്ങി തുടങ്ങും. ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അല്പം വെള്ളമെങ്കിലും തന്നിൽ അവശേഷിപ്പിക്കണം. ഒരു രക്ഷയും കാണുന്നില്ല. ഉത്തരത്തിലിരുന്ന കീടനാശിനി കുപ്പി ഉടനെ സഹായവുമായിട്ടെത്തി. എന്നിൽ നിന്ന് ഒരു തുള്ളി സ്വീകരിക്കാൻ നീ തയ്യാറായാൽ നിനക്ക് യജമാനിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. കൂജയ്ക്കും മനസ്സിലായി അതൊരു എളുപ്പ വഴിയാണ്. കൂജ അതിൽ നിന്ന് ഒരു തുള്ളി വിഷം സ്വീകരിച്ചു. അതോടെ കൂജയിലെ വെള്ളത്തിന്റെ മണവും നിറവും എല്ലാം മാറി. ദാഹത്തോടെ കൂജയുടെ അടുത്ത് വന്ന യജമാനന് അത് അല്പം നല്ലതല്ല എന്ന് തോന്നി. അത് ഉപേക്ഷിച്ച് അവിടെ നിന്ന് മടങ്ങിപ്പോയി. പിന്നെ കൂജ വിഷത്തിനോട് പറഞ്ഞു, ഇനി നിന്റെ ആ ഒരു തുള്ളി നീ തിരിച്ചെടുക്കൂ. കീടനാശിനി പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് തരാനേ കഴിയുകയുള്ളൂ, എനിക്ക് മടക്കിയെടുക്കാൻ കഴിയില്ല. കൂജയ്ക്ക് മനസ്സിലായി തനിക്ക് ഈ ദുർഗന്ധവും നിറവും ഒന്നും ഒരിക്കലും മാറില്ലെന്ന്. എന്നാൽ അതിലും ഉപരി ഒന്നുണ്ടായിരുന്നു. കുറെ കഴിയുമ്പോൾ യജമാനൻ തന്നെ ഇതിനെ നശിപ്പിച്ച് കളയുമെന്ന്. കാരണം കൂജയ്ക്ക് അപ്പോഴാണ് മനസ്സിലായത് ഉത്തരത്തിൽ ഒരിടത്ത് സുരക്ഷിതമായി ഈ കീടനാശിനി മാറ്റിവെച്ചിരുന്നത് എന്താണെന്ന്. ചിലതൊക്കെ നാം അകറ്റി നിർത്തേണ്ടിയിരിക്കുന്നു. ഞാൻ പള്ളിക്കൂടം ആരംഭിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. തിന്മയുള്ള ലോകത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട ഒരു ജനം, അത് ഒരു പെട്ടകത്തിൽ, സഭയെന്ന പെട്ടകത്തിൽ ദൈവത്തെ അറിഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്. 1912 സെപ്റ്റംബർ 8 അബ്ദൽ മഷിഹ പാത്രിയർക്കീസ് ബാവ പരിമല സെമിനാരി ചാപ്പലിൽ വെച്ച് പുന്നൂസ് റംബാച്ചനെ മെത്രാനായി വാഴിച്ചു. ഡ്രൈവിങ്ങിൻ്റെ ഓരോ പോയിന്റിലും നമുക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയും. അങ്ങനത്തെ ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മൾ റോഡ് റേജ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ നിന്ന് മുക്തരാകുന്നത്. ചിലത് അങ്ങനെയാണ്. വളരെ നല്ലത് എന്ന് നാം കരുതുന്നത് പലതും പെട്ടെന്ന് ചീത്തയായി പോകാം. അത് തനിയെ ചീത്തയാവുന്നതാവാം, അല്ലെങ്കിൽ മറ്റു ചിലതിന്റെ സ്വാധീനത്തിൽ ചീത്തയാവുന്നതുമാവാം. എന്നാൽ അത് ചീത്തയായത് മാത്രമാണോ? അതിനോടൊപ്പമുള്ളതും അടുത്തുള്ളതും അതിൽ നിന്നുണ്ടാവുന്നതും അത് ഇരിക്കുന്ന ഇടവും ഒക്കെ അത് നശിപ്പിച്ച് ചീത്തയാക്കി കളഞ്ഞേക്കാം. അപ്പോൾ പിന്നെ ആദ്യം ചീത്തയായതിനെ മാത്രം നശിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? അത് ഇരിക്കുന്ന ഇടം തന്നെ നാം ചിലപ്പോൾ നശിപ്പിച്ച് കളയും. അതുകൊണ്ടായിരിക്കാം ദുഷിച്ചുപോയ ജനം ഉണ്ടായപ്പോൾ ഒരാളെ എന്നല്ല എല്ലാവരെയും നശിപ്പിച്ചു കളയാനായി, സകല ജീവജാലങ്ങളെയും നശിപ്പിച്ചു കളയാനായി ദൈവം തീരുമാനിച്ചത്. അഭിനന്ദ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്തയുടെ സന്ദേശം തുടരുന്നു. നോഹയും പെട്ടകവും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ ദിവസം നോഹ എന്ന വ്യക്തിത്വം സംബന്ധിച്ച ചില പാഠങ്ങൾ പഠിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു. ഇന്ന് നമുക്ക് നോവാസ് ആർക്ക്, ദി ആർക്ക് ഓഫ് നോവ, അത് പ്രസിദ്ധമാണല്ലോ, നോഹയുടെ പെട്ടകം. അതേ സംബന്ധിച്ച് ഒന്ന് രണ്ട് ചിന്തകൾ നമുക്ക് ഉൾക്കൊള്ളുവാൻ ശ്രമിക്കാം. ഉൽപ്പത്തി പുസ്തകം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, 6, 7, 8 അധ്യായങ്ങളിലാണ് നോഹയെ സംബന്ധിച്ചും നോഹയുടെ പെട്ടകത്തെ സംബന്ധിച്ചുമുള്ള പ്രതിപാദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്. നോഹയുടെ പെട്ടകം സംബന്ധിച്ചുള്ള വിവരണം 6 അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിലും 7, 8 അധ്യായങ്ങളിലും നിറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിനുള്ള സാഹചര്യം 6 അധ്യായം 11, 12 വാക്യങ്ങളിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുക, മനുഷ്യൻ വഷളായി, ഭൂമി വഷളായി. മനുഷ്യൻ വഷളാവുമ്പോൾ ഭൂമിയും വഷളാകും. അങ്ങനെ വഷളായി പോയ മനുഷ്യരെയും ലോകം മുഴുവനെയും അതിനെ വീണ്ടെടുക്കുവാൻ
ദൈവം കണ്ടെത്തിയ മാർഗമാണ് നോഹയുടെ പെട്ടകം. അതാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് ആ കഥ ഒരുപാട് ആവർത്തിക്കേണ്ടതില്ല. ഈ അധ്യായങ്ങൾ കുഞ്ഞുങ്ങൾ ഒരു ഗൃഹപാഠമായി വായിക്കുന്നത്, വേദപുസ്തകത്തിൽ നിന്ന് വായിക്കുന്നത് വളരെ നന്നായിരിക്കും. നോഹയുടെ പെട്ടകം ഒരു പ്രതീകമാണ്. അതൊരു സിമ്പലാണ്, ഒരു സൈനാണ്. രണ്ട് അർത്ഥങ്ങൾ അതിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തേത്, മനുഷ്യൻ വഷളാവുമ്പോൾ ലോകവും വഷളാവും. ഉദാഹരണം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ പ്രത്യേകമായി രേഖപ്പെടുത്തുന്നുണ്ട്, നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടതായിരിക്കും. നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. Cursed is the ground because of you. Cursed is the world because of you. കഴിഞ്ഞ ഞായറാഴ്ച ദിവസത്തെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതാ. എപ്പോൾ മനുഷ്യൻ തിന്മയിൽ ജീവിക്കുമോ, വഷളായി ജീവിക്കുമോ, അപ്പോൾ മനുഷ്യൻ മാത്രമല്ല ലോകം മുഴുവനും വഷളായി പോവുകയാണ്. അങ്ങനെയാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. Cursed is the ground because of you. ആദവനോടും ഹവയോടും പറയുന്നത്. ഇവിടെ പ്രത്യേകമായി നമ്മൾ കാണുന്ന രണ്ടാമത്തെ പ്രതീകം, ഇങ്ങനെ ഒരു ലോകത്തിൽ നോഹയുടെ പെട്ടകം അതൊരു വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലേക്ക് വരുന്നതിൻ്റെ പ്രതീകമായി നമുക്ക് കാണാൻ സാധിക്കും. ഈ തിന്മ കൊണ്ട് നിറഞ്ഞ ലോകം, തിന്മ കൊണ്ട് നിറഞ്ഞ മനുഷ്യർ പാർക്കുന്ന ഈ ലോകം, അവിടെ ഒരു പെട്ടകം ഉണ്ടാക്കുവാൻ നോഹയോട് പറയുന്നു. നോഹ അനുഗ്രഹീതമായ സാക്ഷ്യമുള്ള ഒരു കുടുംബമാണ്, അവർക്കതിൽ പ്രവേശിക്കാം. അതുപോലെ തന്നെ ലോകത്തിലുള്ള സമസ്ത ജീവജാലങ്ങളിൽ നിന്നും ഈ രണ്ട് വിധം ആ പെട്ടകത്തിലേക്ക് പ്രവേശിക്കാം. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ അത് ലോകത്തിൻ്റെ തന്നെ ഒരു ചുരുങ്ങിയ രൂപമാണ് ഈ പെട്ടകവും പെട്ടകത്തിന് ഉള്ളിൽ വീണ്ടെടുക്കപ്പെട്ട് താമസിക്കുന്നവർ. മഴ തുടങ്ങി, 150 ദിവസം മഴ പെയ്തു, ഭൂമിയുടെ ഉറവകളൊക്കെ തുറന്നു, വെള്ളം മുഴുവനും നിറഞ്ഞു, പെട്ടകം ആ വെള്ളത്തിന്മേൽ ഒഴുകി തുടങ്ങി. നോഹയും കുടുംബവും അങ്ങനെ പെട്ടകത്തിലേക്ക് പ്രവേശിച്ച ജീവജാലങ്ങളിൽ നിന്നുള്ള പ്രാതിനിധ്യ സ്വഭാവത്തോടെയുള്ള ലോകത്തിലെ ജീവികളും അങ്ങനെ 150 ദിവസം ഈ വെള്ളത്തിന്മേലെ ഇങ്ങനെ ഒഴുകിപ്പോകുന്നതായി നടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. 150 ദിവസം കഴിഞ്ഞപ്പോൾ മഴ നിന്നു, വെള്ളം വാർന്ന് കര കാണുന്നതിന് പിന്നെയും സമയമെടുത്തു. അതെല്ലാം നമുക്ക് ഉൽപ്പത്തി പുസ്തകം 7-8 അധ്യായങ്ങളിൽ നിന്ന് വായിക്കാൻ കഴിയും. ഇവിടെ നിന്ന് നമുക്ക് പ്രത്യേകമായി ലഭിക്കുന്ന ഒരു പാഠം, സഭ ഈ നോഹയുടെ പെട്ടകത്തെ ഒരു പ്രതീകമായി സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. എന്തിൻ്റെ പ്രതീകം? രക്ഷിതഗണമായ സഭയുടെ പ്രതീകമായി കാണുകയാണ്. സഭയാണത്. ഈ പെട്ടകമെന്ന് പറയുന്നത് സഭയാണ്. സഭ രക്ഷിതഗണമാണ്. ആ രക്ഷിതഗണം എന്നുള്ള അർത്ഥത്തിൽ നമ്മളതിനെ സ്വീകരിക്കുമ്പോൾ ഈ ലോകത്തിൽ ഒരു വീണ്ടെടുപ്പിൻ്റെ പുത്തൻ അനുഭവം, ആ വീണ്ടെടുപ്പിൻ്റെ അനുഗ്രഹം കൊണ്ട് നിറഞ്ഞ ദൈവമക്കൾ, അതാണ് സഭ. കുഞ്ഞുങ്ങളെ, നോവാസ് ആർക്ക്, നോഹയുടെ പെട്ടകം സഭയാണ് എന്ന് പിതാക്കന്മാർ നമ്മളെ പ്രത്യേകമായി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നോഹ നീതിമാനായി ജീവിച്ചു, നോഹ നിഷ്കളങ്കനായി ജീവിച്ചു, നോഹ ദൈവത്തോടുകൂടെ നടന്നു. സഭയുടെ പ്രതിനിധികളെയാണ് കാണുവാൻ നമുക്ക് സാധിക്കുന്നത്.
ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ 9-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം നോഹയെയും അവൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചു. ഗോഡ് ബ്ലെസ്ഡ് നോവ ആൻഡ് ഹിസ് ഫാമിലി. ഇവിടെ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ച ഒരു സമൂഹം, ഒരു കുടുംബം. സഭ ഒരു വിശാലമായൊരു കുടുംബമാണ്, ഒരു പ്രതീകമാണത്. തിന്മയുള്ള ലോകത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട ഒരു ജനം, അത് ഒരു പെട്ടകത്തിൽ, സഭയെന്ന പെട്ടകത്തിൽ ദൈവത്തെ അറിഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ വേണം എന്ന് സഭ നമ്മളെ പ്രത്യേകമായി പ്രബോധിപ്പിക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നോഹയുടെ പെട്ടകം ഒരു പ്രതീകമായി നമ്മൾ കാണുകയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ലോകത്തിൽ തിന്മ, അങ്ങനെ തിന്മയുണ്ടാകുമ്പോൾ മനുഷ്യർ തിന്മയിലായി. പക്ഷേ മനുഷ്യർ മാത്രമല്ല, ലോകം മുഴുവനും തിന്മയായി തീരുന്നു. അതൊരു പ്രതീകം എന്നതുപോലെ നമുക്കതിനെ കാണാൻ സാധിക്കും. എപ്പോഴാണോ മനുഷ്യർ തിന്മയുള്ള ജീവിതം നയിക്കുന്നത്, അപ്പോൾ അവർ മാത്രമല്ല, ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ഭൂമി മുഴുവനും, ലോകം മുഴുവനും തിന്മയുള്ളതായി ഭവിക്കുകയായി. രണ്ടാമത്തെ പ്രതീകമായ പെട്ടകം സൂചിപ്പിക്കുന്നു ഒരു രക്ഷിതഗണം. നോവയുടെ കുടുംബം എന്നതുപോലെ ദൈവത്തെ അനുസരിച്ച് നീതിയിലും നന്മയിലും നിഷ്കളങ്കതയിലും ജീവിക്കുമ്പോൾ, ദൈവത്തോടുകൂടെ നടക്കുന്ന അനുഭവത്തിൽ അവർ ജീവിക്കുമ്പോൾ, അതിലേക്ക് തിന്മയുടെ ലോകത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് ആളുകൾ ആ പെട്ടകത്തിലേക്ക് കയറുകയായി, ആ സഭയിലേക്ക് എത്തുകയായി. അങ്ങനെ നോഹയിലൂടെ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ദൈവമക്കളിലൂടെ, സഭയിലൂടെ ലോകം മുഴുവനും ശുദ്ധീകരിക്കപ്പെടുകയായി, പവിത്രീകരിക്കപ്പെടുകയായി. അങ്ങനെ ഒരു വിശുദ്ധരുടെ സമൂഹമായി സഭ രൂപാന്തരപ്പെടുകയായി. അത് വിശാലമാവുകയായി, എണ്ണം വർദ്ധിക്കുകയായി, സഭ വലുതാവുകയായി. അതിന് സമർപ്പിതരായി നമ്മൾ ദൈവസന്നിധിയിലേക്ക് രക്ഷയുടെ അനുഭവത്തിലൂടെ വളർന്നു വരണം എന്നും സഭ നമ്മളെ പ്രത്യേകം പഠിപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ, സമർപ്പിതരാവാം. നോഹയുടെ പെട്ടകമാകുന്ന സഭയിലേക്ക് നമുക്ക് അടുത്തു വരാം. നമ്മളുടെ ജീവിതം പവിത്രീകരിച്ചുകൊണ്ട് ഒരു വിശുദ്ധ സംഘം, ആ സംഘം എന്ന ഒരു കൂട്ടായ്മയായി സഭ മാറുന്നു. സഭ അങ്ങനെ ഒരു പെട്ടകമായി രൂപാന്തരപ്പെടുന്നു. ദൈവത്തിൻ്റെ കൃപ നാം എല്ലാവരിലും എപ്പോഴും ഉണ്ടായിരിക്കുമാണ്. നാം ഡ്രൈവിങ്ങിൽ സന്തോഷം കണ്ടെത്തുന്നവരാണോ? നാം റോഡിലേക്ക് ഇറങ്ങുന്ന അതേ മാനസികാവസ്ഥയോടെയാണോ നമ്മുടെ യാത്രകൾ അവസാനിപ്പിക്കാറ്? രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ഞാൻ 8:15 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിൽ നഷ്ടപ്പെട്ട 15 മിനിറ്റ് റോഡിൽ തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ഡ്രൈവിങ്ങിൽ സന്തോഷമുണ്ടാവും. ഡ്രൈവിങ്ങും സന്തോഷവും എന്നുള്ളത്, ഹാപ്പി ഡ്രൈവിംഗ് എന്നുള്ളത് ഒരു പ്രധാന ടോപ്പിക്കാണ്. എൻ്റെ പുറകിൽ നിന്ന് ഒരാൾ ഹോൺ അടിച്ചാൽ എനിക്ക് സന്തോഷമാണോ ദേഷ്യമാണോ തോന്നുന്നത്? അയാളെ കടത്തി വിടുമ്പോഴാണോ കടത്തി വിടാതിരിക്കുമ്പോഴാണോ നാം സന്തോഷം അനുഭവിക്കുന്നത്? ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ റോഡിൽ അനുഭവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ഡ്രൈവിങ് സന്തോഷഭരിതമാകുന്നത്. ഞാനൊരു ജംഗ്ഷനിലേക്ക് പ്രവേശിക്കുന്നു, വേറൊരു വാഹനം അവിടെ വന്നിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ അയാളെ കടത്തി വിട്ടിട്ട് എൻ്റെ യാത്ര തുടങ്ങാം. ഇല്ലെങ്കിൽ അയാൾ എനിക്ക് മുൻഗണന നൽകിയാൽ പോലും അയാളെ നോക്കി ഒന്ന് വിരൽ ഉയർത്തി കാണിച്ച് ഒന്ന് അക്നോളജ് ചെയ്ത് ഒന്ന് ചിരിച്ചുകൊണ്ട് നമ്മുടെ യാത്ര മുന്നോട്ട് പോകാം. അവിടെ നമ്മൾ ചില പകർന്നു കൊടുക്കലുകളാണ്. റോഡ് സൈഡിൽ നിൽക്കുന്ന ഒരു കുട്ടിയെ കണ്ടിട്ട് ആ കുട്ടിയോടൊന്ന് കടന്നു പോകാൻ പറഞ്ഞു നോക്കുക. നമുക്ക് ചെറിയ സന്തോഷം അനുഭവിക്കാൻ പറ്റും. ഡ്രൈവിങ്ങിലെ ഈ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് ഡ്രൈവിങ്ങിനെ മനോഹരമാക്കുന്നത്. തിരിച്ച് റോഡിൽ കാണുന്ന ഓരോന്നിനോടും പ്രതികരിക്കാൻ തുടങ്ങുന്നത് റോഡ് റേജിൻ്റെ തുടക്കമാണ്. സന്തോഷകരമായ ഡ്രൈവിങ് നാം ഓരോരുത്തരും വളർത്തിയെടുക്കേണ്ട ശീലങ്ങളാണ്.
റോഡിലുള്ള ചെറിയ ചെറിയ പകർന്നു കൊടുക്കലുകൾ, ചെറിയ ചെറിയ മുൻഗണന നൽകലുകൾ, പ്രായമായ ആളുകൾക്ക് ഒരു മുൻഗണന നൽകൽ, കാൽനട യാത്രക്കാരെ പരിഗണിക്കൽ. നമ്മുടെ വാഹനത്തിലിരിക്കുമ്പോൾ ആ വാഹനത്തിലിരിക്കുന്ന ആളുകൾ അറിയരുത് ആ വാഹനം ഡ്രൈവ് ചെയ്യുന്നുണ്ട് എന്ന്. ഇപ്പോൾ നമുക്ക് ചില വാഹനത്തിൽ ഇരുന്നുണ്ടെങ്കിൽ ഓരോ സെക്കൻഡിലും ബ്രേക്ക് ചവിട്ടി കുലുക്കി പറിച്ച് പുറത്തേക്ക് എറിയുന്ന രീതികളുണ്ട്. ചില വാഹനത്തിലെ ഗിയർ മാറുന്നത് പോലും അറിയില്ല. രണ്ട് മെത്തേഡ് ഓഫ് ഡ്രൈവിംഗ് ആണ്. ഒന്ന് ആക്സിലേറ്റർ വെച്ച് വണ്ടി ഓടിക്കുന്നു, ഒന്ന് ബ്രേക്ക് വെച്ചിട്ട് വണ്ടി ഓടിക്കുന്നു. ഒരു ട്രാഫിക് ലൈറ്റ് ഉണ്ടെങ്കിൽ അവിടെ വരെ ഫുൾ സ്പീഡിൽ പോയിട്ട് ബ്രേക്ക് ചവിട്ടുന്നതും ഇവിടെ നിന്ന് തന്നെ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്ത് സ്ലോവിൽ പോയി അവിടെ നിൽക്കുന്നതും രണ്ട് മെത്തേഡ് ഓഫ് ഡ്രൈവിംഗ് ആണ്. ഒന്ന് ലളിതമായ ഒരു സംഗീതം പോലെ ഒഴുകി നീങ്ങേണ്ട ഒന്ന്. രണ്ട് കാട്ടാറ് പോലെ ചിതറി വെട്ടിച്ച് കയറ്റി ഹോണടിച്ച് പേടിപ്പിച്ച് ഓടിക്കുന്ന ഡ്രൈവിങ്. അതിൻ്റെ ഡ്രൈവിംഗ് എന്നല്ല പറയുന്നത്, അതൊരു കാടത്തരമാണ്, അതൊരു സംസ്കാരമില്ലായ്മയാണ്. ഡ്രൈവിങ്ങിൻ്റെ ഓരോ പോയിന്റിലും നമുക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയണം. അങ്ങനത്തെ ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മൾ റോഡ് റേജ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ നിന്ന് മുക്തരാകുന്നത്. മനോഹരമായ ഒരു ഡ്രൈവിംഗ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. വെള്ളിയാഴ്ച കുഴിച്ചിട്ട സത്യം ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റതുപോലെ ഒടുവിൽ സത്യം വിജയിക്കും. പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും ഒക്കെ ആയിരുന്ന മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് അന്ന് കരുത്തും ഊർജവും പകർന്ന ഈ വാക്കുകൾ പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാവ തിരുമേനിയുടേതായിരുന്നു. പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാവ തിരുമേനിയെ കുറിച്ചുള്ള ലഘു പഠന പരമ്പര തുടരുന്നു. ഇന്ന് രണ്ടാം ഭാഗം. മെത്രാൻ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വട്ടശ്ശേരിൽ ഗീവർഗീസ് റമ്പാനും പൗലോസ് റമ്പാച്ചനും 1908 വിശുദ്ധ നാട്ടിലേക്ക് യാത്ര തിരിച്ചു. മെത്രാൻ സ്ഥാനാർത്ഥികൾക്കൊപ്പം വിശുദ്ധ നാട്ടിലെത്തിയ വിനയസമ്പന്നനായ പുന്നൂസ് റമ്പാച്ചനെ അബ്ദുള്ള പാത്രിയർക്കീസിന് വളരെയേറെ ഇഷ്ടപ്പെടുകയും പുന്നൂസ് റമ്പാച്ചന് കൂടി മെത്രാൻ സ്ഥാനം നൽകാൻ അദ്ദേഹം ആഗ്രഹിക്കുകയും ചെയ്തു. തന്റെ ആഗ്രഹം പാത്രിയർക്കീസ് ബാവ റമ്പാച്ചനോട് തുറന്നു പറഞ്ഞെങ്കിലും റമ്പാച്ചൻ അതിന് വഴിപ്പെട്ടില്ല. കുറുക്കു വഴികളിലൂടെ മെത്രാൻ സ്ഥാനം പ്രാപിക്കുന്നത് സഭയോട് കാട്ടുന്ന കടുങ്കൈ തന്നെയാണെന്ന് കുലീന കുടുംബത്തിൽ പിറന്ന പുന്നൂസ് റമ്പാച്ചൻ മനസ്സിലാക്കിയിരുന്നു. പുന്നൂസ് റമ്പാച്ചന് മെത്രാൻ സ്ഥാനത്തിന് അർഹതയും യോഗ്യതയും ഉണ്ടായിരുന്നു എന്നതിന് സംശയമില്ലെങ്കിലും മലങ്കര മെത്രാപ്പോലീത്തായുടെ ആശീർവാദവും മലങ്കര സഭയുടെ അംഗീകാരവും കൂടാതെ ചുവന്ന കുപ്പായം അണിയുന്നത് തെറ്റു തന്നെയാണെന്ന് പുന്നൂസ് റമ്പാച്ചന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. തന്റെ ശിഷ്യനായ പുന്നൂസ് റമ്പാച്ചനോട് വട്ടശ്ശേരിൽ തിരുമേനിക്ക് അതിരറ്റ സ്നേഹവാത്സല്യങ്ങളാണ് ഉണ്ടായിരുന്നത്. കാറ്റും കോളും കൊണ്ട് മലങ്കര സഭാന്തരീക്ഷം ഇളകി മറിഞ്ഞുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ മലങ്കര സഭയെ ധീരമായി നയിച്ച തന്റെ വന്യ ഗുരുവിന്റെ പിന്നിൽ യാതൊരുവിധ പ്രലോഭനങ്ങൾക്കും വശംവദനാകാതെ പുന്നൂസ് റമ്പാച്ചൻ ഉറച്ചുനിന്നു. 1912 സെപ്റ്റംബർ 8 അബ്ദൽ മശിഹ പാത്രിയർക്കീസ് ബാവ പരുമല സെമിനാരി ചാപ്പലിൽ വെച്ച് പുന്നൂസ് റമ്പാച്ചനെ മെത്രാനായി വാഴിച്ചു. പരുമല തിരുമേനിയുടെ പ്രിയ ശിഷ്യനായിരുന്ന പുന്നൂസ് റമ്പാച്ചന് ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് എന്ന പരുമല തിരുമേനിയുടെ അതേ നാമത്തിൽ എപ്പിസ്കോപ്പയായി വാഴിക്കപ്പെട്ടു. പരിശുദ്ധ പരുമല തിരുമേനിയുടെ കാൽച്ചുവടുകളിലൂടെ സഞ്ചരിക്കുക വഴി വിശുദ്ധ ജീവിതമാണ് നയിച്ചിരുന്നത്. എല്ലാ അർത്ഥത്തിലും രണ്ടാമത്തെ കൊച്ചു തിരുമേനി എന്ന പേരിന് കല്ലാശ്ശേരിൽ തിരുമേനി അർഹനായി തീർന്നു. 1912 സെപ്റ്റംബർ 15 മലങ്കര സഭാചരിത്രത്തിൽ സുവർണ ലിപികളിൽ സ്ഥാനം പിടിച്ച കാതോലിക്ക സിംഹാസനത്തിന് പുനഃസ്ഥാപനം നടന്നു. രണ്ടാമത്തെ കാതോലിക്കയായിരുന്ന മോറാൻമോർ ഗീവർഗീസ് പ്രഥമൻ ബാവ കാലം ചെയ്തതിനെ തുടർന്ന് വൈധവ്യം പ്രാപിച്ച മാർത്തോമാസ്ലിഗായുടെ സിംഹാസനത്തിലേക്ക് കല്ലാശ്ശേരിൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത തിരഞ്ഞെടുക്കപ്പെട്ടു. 1929 ഫെബ്രുവരി 15 കോട്ടയം മാർ ഏലിയ ചാപ്പലിൽ വെച്ച് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത തിരുമേനി കാതോലിക്കോസായി അവരോധിക്കപ്പെട്ടു. അങ്ങനെ നിരണം തുമ്പമൺ ഇടവകകളുടെ മെത്രാപ്പോലീത്തയായിരുന്ന മാർ ഗ്രിഗോറിയോസ് തിരുമേനി മോറാൻമോർ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ എന്ന പേരിൽ മാർത്തോമായുടെ സിംഹാസനത്തിൽ ആരൂഢനായി. പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയുടെ കാലശേഷം 1934 ഡിസംബർ 24 നടന്ന MD സെമിനാരി അസോസിയേഷനിൽ വെച്ച് മലങ്കര മെത്രാപ്പോലീത്തയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്രകാരം കാതോലിക്ക സ്ഥാനവും മലങ്കര മെത്രാപ്പോലീത്ത സ്ഥാനവും ഒന്നിച്ച് ആദ്യമായി വഹിച്ചത് പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാവയായിരുന്നു. മലങ്കര മെത്രാപ്പോലീത്ത സ്ഥാനം ഏൽക്കുന്നതിന് മുമ്പ് പരിശുദ്ധ ബാവ തിരുമേനി സഭാസമാധാനത്തിനുള്ള പരിശ്രമങ്ങൾ നടത്തിയിരുന്നു. പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി കാലം ചെയ്തതിനു ശേഷം ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് സഭാസമാധാന പരിശ്രമങ്ങൾക്കായി
അന്ന് ഹോംസിൽ ആസ്ഥാനമാക്കിയിരുന്ന അന്തോഖ്യ പാത്രിയർക്കീസ് അപ്രേം ഒന്നാമനെ കാണുവാൻ പോയി. പല കൂടിയാലോചനകളും ചർച്ചകളും നടന്നുവെങ്കിലും മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം തകർക്കുക എന്നതായിരുന്നു പാത്രിയർക്കീസിന്റെ ലക്ഷ്യം. അതിനാൽ കൂടിയാലോചനകളൊന്നും ഫലപ്പെട്ടില്ല. മലങ്കരയുടെ സ്വാതന്ത്ര്യം ബലികഴിക്കാൻ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി തയ്യാറായില്ല. 1937 ആഗസ്റ്റിൽ എഡിൻബറോയിൽ ചേർന്ന അഖില ലോക സഭാ കൗൺസിലിൽ ബാവ തിരുമേനിയും സംബന്ധിച്ചു. പാശ്ചാത്യരും പൗരസ്ത്യരുമായ സഭാപ്രതിനിധികളുടെ മുഴുവൻ ആദരവും നേടിയെടുക്കുവാൻ പരിശുദ്ധ ബാവ തിരുമേനിക്ക് കഴിഞ്ഞു. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി യഥാർത്ഥ മലങ്കര മെത്രാപ്പോലിത്തയല്ലെന്നും മറ്റുമുള്ള ബാലിശവാദങ്ങളുമായി നടന്ന പാത്രിയർക്കീസ് കക്ഷിക്കാർ 1938 മാർച്ചിൽ കോട്ടയം ജില്ലാ കോടതിയിൽ പരിശുദ്ധ ബാവ തിരുമേനിക്കെതിരായി കേസ് ഫയൽ ചെയ്തു. 1943 കോട്ടയം ജില്ലാ കോടതിയിൽ നിന്നും പരിശുദ്ധ ബാവ തിരുമേനിക്ക് അനുകൂലമായി ജസ്റ്റിസ് ബി കൃഷ്ണയ്യരുടെ വിധിയുണ്ടായി. എന്നാൽ 1946 ഓഗസ്റ്റിൽ പാത്രിയർക്കീസ് പക്ഷത്തിന്റെ അപ്പീലിൽ തിരുവിതാംകൂർ ഹൈക്കോടതി കാതോലിക്ക കക്ഷിക്ക് പ്രതികൂലമായി വിധി പുറപ്പെടുവിച്ചു. അപ്പീൽ വിധിയിന്മേൽ ബാവ തിരുമേനി തിരുക്കൊച്ചി ഹൈക്കോടതിയിൽ നൽകിയ റിവ്യൂ ഹർജിയും തള്ളിക്കളഞ്ഞു. വിവരമറിഞ്ഞപ്പോൾ ഒട്ടും പതറാതെ, സമചിത്തത അല്പം പോലും വെടിയാതെ അദ്ദേഹം സഭാംഗങ്ങളെ കർമ്മോത്സുകരാക്കി. പരാജയബോധവും നിരാശയും കൊണ്ട് തന്റെ ആടുകൾ ഉടറുവാൻ അദ്ദേഹം ഇട നൽകിയില്ല. ഈ വിധി അവസാന വിധിയല്ല. ദുഃഖവെള്ളിയാഴ്ച കുഴിച്ചിട്ട സത്യം ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റതുപോലെ അവസാനം സത്യം ജയിക്കും. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട തുടങ്ങിയ ആശ്വാസ സന്ദേശം സഭാചരിത്രത്തിന്റെ ഏടുകളിൽ തങ്കലിപികളിൽ സ്ഥാനം പിടിച്ചു. റിവ്യൂ വിധി മൂലം പഴയ സെമിനാരി നഷ്ടപ്പെടുമെന്നും അതിനാൽ പരിശുദ്ധ ബാവ തിരുമനസ്സിന് ആസ്ഥാനം വേണമെന്നും സഭാ നേതാക്കന്മാർ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അതിന്റെ സൽഫലമെന്നോണം ദേവലോക മരമന സഭയുടെ ആസ്ഥാനമായി ഉയരുകയും ചെയ്തു. 1932 ഏപ്രിൽ 22 മലങ്കരയിൽ ആദ്യമായി പാത്രിയർക്കീസിനെ കൂടാതെ കാതോലിക്കയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂറോൻ കൂദാശ ചെയ്യപ്പെട്ടു. 1951 ഏപ്രിൽ 20 രണ്ടാമതും പരിശുദ്ധ കല്ലാശ്ശേരിൽ ബാവ മൂറോൻ കൂദാശ നടത്തി. ഈ കാലയളവിൽ പാമ്പാടിമാർ ഗ്രിഗോറിയോസ്, ബഥനയിലെ മാർ തയോഫിലോസ്, പുത്തൻകാവിൽ മാർ പീലക്സീനോസ്, വാളക്കുഴി മാർ സേവേറിയോസ്, ബഥനയുടെ മാർ തേവോദോസിയോസ്, തോമാ മാർ ദിവന്നാസിയോസ് എന്നീ പിതാക്കന്മാരെ മെത്രാപ്പോലിത്തന്മാരായി വാഴിച്ചു. മലങ്കര സഭയിലെ 2 പ്രഖ്യാപിത പരിശുദ്ധന്മാരായ പരിമലമാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെയും പട്ടശ്ശേരിൽ മാർ ദിവന്നാസിയോസ് തിരുമേനിയുടെയും അരുമ ശിഷ്യനായിരുന്നു ഗീവർഗീസ് ബാവ. മറ്റ് 2 പരിശുദ്ധന്മാരിൽ ഒരാളായ കോതമംഗലത്ത് കബറടങ്ങിയിരിക്കുന്ന എൽദോമാർ ബസേലിയോസ് ബാവായെയും പരിമല ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെയും 1947 നവംബർ മാസം 2-ാം തീയതി പരിമല സെമിനാരിയിൽ വെച്ച് പരിശുദ്ധന്മാരെ പ്രഖ്യാപിച്ചതും ഈ ഗീവർഗീസ് ദ്വിതീയൻ കാതോലിക്ക ബാവയാണ്. ക്വസ്റ്റ്യൻ ടൈം. ക്വസ്റ്റ്യൻ ടൈമിൽ ഇന്ന് ആദ്യം കഴിഞ്ഞ ആഴ്ച ചോദ്യം, അതിന്റെ ഉത്തരം. നോഹ പെട്ടകം ഉണ്ടാക്കിയത് ഏത് മരം കൊണ്ടാണ്? ഗോഫർ. ഈ ഉത്തരമൊക്കെ എല്ലാ കൂട്ടുകാരുടെയും ശരിയാണ് അല്ലേ കൂട്ടുകാരെ? എങ്കിൽ നമുക്ക് ഈ ആഴ്ചത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. നോഹ പെട്ടകത്തിലായിരിക്കുമ്പോൾ മഴ പെയ്തത് എത്ര ദിവസം? പ്രിയമുള്ള കൂട്ടുകാരെ, വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. എല്ലാ കൂട്ടുകാരും ഉത്തരം നിങ്ങളുടെ ടീം ലീഡേഴ്സിനെ ഇന്ന് തന്നെ അയക്കുക. ഞായർപള്ളിക്കൂടത്തിന്റെ ഇന്നത്തെ സമയം അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ 27131000 എന്ന ഫോൺ ഓർത്ത് വയ്ക്കുക. ഞായർപള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ 7 മണിക്ക് ലൈവാണ്. പിന്നീട് 11:30 OSSI ബോധനം ചാനലിലും OSSIബോധനം.org എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. വൈകിട്ട് 7 മണിക്ക് ഗ്രിഗോറിയൻ ടിവിയിലും ലഭ്യമാണ്. വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ്. മുടങ്ങാതെ കാണണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാച്ചൻ സന്തോഷ് ബൈ പറയുന്നു. എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കും.